കുറച്ചേരായി വന്നിട്ട് മാഷിനെ കാത്തിരിക്കായിരുന്നു. അമ്പിളി വിളിച്ചിരുത്തി ഒരു ചായ തന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. സുശീല എന്താണോ പ്രത്യേകിച്ച്? രഘുവിനോട് അമ്പിളിയോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇന്ദ്രന്റെ കടയുടെ കാര്യമേ. ആന്റി അത് ചുമ്മാ വിട്ടുകൊടുക്കണമെന്നൊന്നും പറയാനല്ല അച്ഛാ വന്നത്. ആ കട അനു ഇന്ദ്രന് വിട്ടുകൊടുത്ത 50 ലക്ഷം രൂപ നമുക്ക് തരുമത്രേ. ആ, അപ്പോ ആ കടയുടെ ഇന്നത്തെ നിലവാരം സുശീലയ്ക്ക് അറിയാമല്ലേ? അവനവന് ഗുണമുള്ളതാണെങ്കിൽ മകന് വേണ്ടി എത്ര വില കൊടുത്തും അത് വാങ്ങിക്കൊടുക്കും. എന്നാൽ മകന് പ്രിയപ്പെട്ടതാണെങ്കിലും അത് സ്വന്തം കണ്ണിലെ കരടാണെന്ന് തോന്നിയാ പാടെ അത് പിഴുത് മാറ്റുകയും ചെയ്യും. ഞാനിപ്പം വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല മാഷേ. ഇന്ദ്രന്റെ കട എന്തായാലും അവന് പ്രിയപ്പെട്ടതാ. ആ കടയുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം പുലർന്നു പോകുന്നത് തന്നെ. അതാ ബാക്കിയെല്ലാം മറന്ന് ഞാൻ മാഷിന്റെ അടുത്ത് വന്നതും. ബാക്കിയെല്ലാം അങ്ങനെ മറന്നുകളയാൻ പറ്റില്ലല്ലോ സുശീലേ. സച്ചിയുടെ കടയിലെ ജോലിക്കാരനായിരുന്ന ഇന്ദ്രന് കല്യാണശേഷം സ്വന്തമായൊരു കട എങ്ങനെ ഉണ്ടായെന്നെങ്കിലും ഓർക്കണ്ടേ? അതൊന്നും ഞാൻ മറന്നിട്ടില്ല മാഷേ. അന്ന് ദാസാറ് കട വാങ്ങാൻ 25 ലക്ഷം രൂപ തന്നത് ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ ഇന്നതിന് 50 ലക്ഷം തരാന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഇതിനു മുമ്പ് നീയും നിന്റെ മകനൊക്കെ ഇതേ ആവശ്യമായി വന്നപ്പോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പൊ ഇത്രയെങ്കിലും സംസാരിക്കുന്നത് നീ ആ കടയ്ക്ക് 50 ലക്ഷം രൂപ വിലയിട്ടതുകൊണ്ടാണ്. ഞങ്ങൾക്കാരുടെ ഔദാര്യൊന്നും വേണ്ട മാഷേ. അതുകൊണ്ടായി എന്റെ മകൻ ആ കട വിട്ടുകൊടുത്താൽ നിങ്ങളുടെ മകൾക്ക് 50 ലക്ഷം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. നടക്കില്ല സുശീലേ. എന്റെ മകള് നിന്റെ മകനെ വിട്ടാലും ആ കട അവൾ ഒരിക്കലും വിട്ടു തരില്ല.